ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ബാക്ക് ടു സ്കൂൾ സീരീസിലെ 5ാമത്തെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ സ്റ്റുഡൻസിൻ്റെ ബെഡ്റൂം ക്ലീനിങ് ആൻഡ് മേക്ക് ഓവർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് റൂമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ റൂം ക്ലീൻ ചെയ്ത് ഭംഗിയാക്കി വെക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇനി റൂമായിട്ട് നിങ്ങൾക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റഡി ഏരിയയോ അല്ലെങ്കിൽ സ്റ്റഡി ടേബിളോ എവിടെയും നിങ്ങൾ പഠിക്കാതിരിക്കുന്നത് വെച്ചാൽ ആ ഏരിയ നീറ്റാക്കി വെക്കുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ജോലി. അപ്പോൾ ഇന്ന് ഇവർ ചെയ്യാൻ പോകുന്നത് ഈ റൂം ഫുള്ളായിട്ട് നമ്മൾ ആദ്യം ക്ലീനിങ് ചെയ്യുകയാണ്. അതിന് ശേഷമാണ് മേക്ക് ഓവറൊക്കെ ചെയ്യണം. അപ്പോൾ നമ്മൾ ക്ലീനിങ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്തിട്ട് കുറച്ചധികം ദിവസങ്ങൾ തന്നെയായി. അതുകൊണ്ട് കുറച്ചധികം പണി നമ്മൾക്ക് ഉണ്ടായിരുന്നു. ഈ ഒരു ക്ലീനിങ് ചെയ്യാനായിട്ട് തലേദിവസം കൂടി ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ പിറ്റേ ദിവസം ഞങ്ങൾ ഇങ്ങനത്തെ ഒരു ഡീപ്പ് ക്ലീനിങ്ങിന് ഇറങ്ങിയത്. അപ്പോൾ അതേ ക്ലീനിങ്ങിന് ഇറങ്ങിയാലും അവരുടെ തല്ലുട്ടത്തിന് കുറവൊന്നുമില്ല. കാരണം രണ്ടാൾ 2 ഏജ് അല്ലേ, 4 വയസ്സ് വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരാളുടെ അഭിപ്രായങ്ങളായിരിക്കില്ല മറ്റൊരാൾക്ക് ഉണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ ഇവർ തമ്മിൽ പല പല കശപിശകളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതേ റോസ് ഇവിടെ പിണങ്ങി നിന്നിട്ടാട്ടോ പണികളൊക്കെ ചെയ്യണേ. അവൾക്ക് ആ മുകളിൽ ഇങ്ങനെ മാറാതെ തട്ടണം, ആ ചൂല് വെച്ചിട്ട് അവൾക്ക് തട്ടണം അവൾ പറയണം. പക്ഷേ അവൾക്ക് ഹൈറ്റ് കുറവായതുകൊണ്ട് മൊത്തത്തിൽ അങ്ങോട്ട് എത്തില്ല. അപ്പോൾ അത് മേടിച്ച് വെച്ചപ്പോൾ അവൾക്ക് പിണക്കമായി. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആൾ ഓക്കെ ആയിട്ടോ. എന്നാലും അവൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുസൃതി പണികൾ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒപ്പിച്ചുകൊണ്ടേയിരിക്കും. ചേച്ചിയാണെങ്കിൽ ഇങ്ങനെ സൈലൻ്റ് ആയിട്ട് ഒരുവിധം പണി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. റോസിന് കുറേ ബോറടിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കുസൃതി അവൾ അതിൻ്റെ ഇടയ്ക്കൂടെ ഒപ്പിക്കും. അപ്പോഴാണ് പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് വഴക്കാവും. എന്നാലോ രണ്ടുപേരും മാറ്റി മാറ്റി ഇരുത്തിയാൽ ഭയങ്കര സങ്കടമാണ്. അപ്പോൾ ഇവരിങ്ങനെ ഓരോ ജോലികളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇവരുടെ കുട്ടിക്കാലത്തെ കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങനെ ഓർക്കൂട്ടോ. കുറേ കൂടി ചെറുതായിരുന്ന സമയത്ത് ഇവർ റൂമൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് എന്നെ സഹായിക്കാറുണ്ട്. ആ വീഡിയോസൊക്കെ നിങ്ങൾ പണ്ട് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവരുടെ റൂം ആദ്യമായിട്ട് നമ്മൾ മേക്ക് ഓവർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു പിങ്ക് കളർ മേക്ക് ഓവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ചുമരുകളൊക്കെ നമ്മൾ പിങ്ക് പെയിൻ്റൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ പിങ്ക് കളർ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് അങ്ങനെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഫുൾ പിങ്ക് ആയിരുന്നു അതിൽ. അപ്പോൾ അതിങ്ങനെ കണ്ടതൊക്കെ ഞാനിങ്ങനെ ഓർക്കാണ് കേട്ടോ. അന്നും ഇവർ തമ്മിൽ ഈ കുസൃതി പണികളും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അന്നും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ മാറാല തട്ടലും ജനാല തുടയ്ക്കലും ആ പണികളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് നമ്മുടെ സ്റ്റഡി ടേബിളും എല്ലാം ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം തന്നെ നമുക്ക് തുടച്ച് ഫുൾ വൃത്തിയാക്കണം. അപ്പോൾ ഇന്നത്തെ ക്ലീനിങ്ങിൻ്റെ മെയിൻ ഉദ്ദേശം ഡീപ്പ് ക്ലീനിങ് ആണ്. അതായത് എല്ലാ ഷെൽഫുകളിലെയും പൊടിയും ടേബിളിനെയും എല്ലാം നന്നായിട്ട് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തിരി സമയമെടുത്ത് നമ്മൾ ഈ പണികളൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് പുറത്ത് മഴയായതുകൊണ്ട് തന്നെ നല്ല സുഖമായിരുന്നു കേട്ടോ. ക്ലീനിങ്ങിൻ്റെ സമയത്ത് നല്ല സുഖമായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റി. ഭയങ്കര ചൂടായിരുന്നെങ്കിൽ ഭയങ്കര പാടായിരുന്നു ഞാൻ ക്ലീനിങ്ങിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നല്ല കംഫർട്ടബിളായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓരോ ഐറ്റംസ് നമ്മൾ എടുത്തെല്ലാം മാറ്റി ഇനി ഇവിടെ വൃത്തിയാക്കണം കേട്ടോ. സ്റ്റഡി ടേബിൾ ശരിക്കും ഇവിടെയല്ല കിടന്നിരുന്നത്. നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവർക്ക് ചിലപ്പോൾ അറിയാം. നമ്മളിപ്പോൾ റൂമൊന്ന് അറേഞ്ച്മെൻ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മാറ്റാറുണ്ട്, പെറ്റണ പോലെയൊക്കെ മാറ്റാറുണ്ട്, ഭയങ്കരമായിട്ടൊന്നും മാറ്റാറില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ റൂമിൻ്റെ അളവും അതുപോലെ ഇതൊക്കെ അനുസരിച്ച് നമുക്ക് പറ്റുന്ന രീതിയിൽ മാറ്റാൻ പറ്റും. ഇവർക്ക് എപ്പോഴും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് മാറ്റണം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ റൂമിലുള്ള ഐറ്റംസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ചേഞ്ച് ചെയ്യുമ്പോൾ ഒരു ഫ്രഷ് ഫീലിംഗ് കിട്ടാറുണ്ടോ? അങ്ങനെയുള്ളതൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടമാണോ എന്ന് ഇവരെ പോലെ. അപ്പോൾ ആദ്യം ഇവർ ഉപയോഗിച്ചിരുന്ന സ്റ്റഡി ടേബിളൊക്കെ ചെറുതായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോഴത്തെ സ്റ്റഡി ടേബിളാണെങ്കിൽ അത്യാവശ്യം വലിയ ടേബിളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സ്ഥലം നമ്മുടെ റൂമിൽ പോകുന്നുണ്ട്. എന്നിരുന്നാലും നമുക്ക് ഭംഗി മാത്രം നോക്കിയിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് നമ്മുടെ പർപ്പസും കൂടി നോക്കണം. പ്രാക്ടിക്കലായിട്ട് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ആവശ്യമുള്ളതൊക്കെ അതനുസരിച്ച് വെക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ റൂമിൽ കുറച്ച് അതുകൊണ്ട് സ്ഥലം കുറച്ച് കുറവാണ്. അതാ ഇനി നമ്മളിത് അലമാരകളെല്ലാം തന്നെ തുടച്ചു. പിന്നെ ഈ ഗ്ലാസും കാര്യങ്ങളും എല്ലാം വൈപ്പ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ക്ലീനിങ് ഏകദേശം പകുതി വഴിക്കായിട്ടുള്ളൂ. ഇനിയും പകുതി പണി ബാക്കി എടുക്കാൻ കേട്ടോ. ഇവർക്ക് ക്ലീനിങ്ങിലേ ഇഷ്ടം, എനിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഏറ്റവും ഇഷ്ടം മേക്ക് ഓവർ ചെയ്യാനാണ്. അപ്പോൾ റോസ് പറയാണ് ക്ലീനിങ് നമുക്ക് നിർത്താൻ മതി, ഇനി നമുക്ക് മേക്ക് ഓവറിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്താലോ. അവൾക്ക് ഏതാണ്ട് മടുത്ത മട്ടായിട്ട്. അപ്പോൾ അവൾ ആ ടേബിളിൻ്റെ അടിയിൽ അവളുടെ വീടാണെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് കുറച്ച് തുടയ്ക്കും, കുറച്ച് കഴിയുമ്പോൾ നിർത്തും. അവൾക്ക് ഏകദേശമൊക്കെ മടുത്തു. അപ്പോൾ അവൾ എന്നെ നോക്കി കാണിക്കുകയാണ്, നമുക്ക് നിർത്തിയാലോ ഈ പണികൾ പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് അവൾ ഓരോന്നൊക്കെ കാണിച്ച് എന്നെ സോപ്പ് ഇടാനായിട്ട് നോക്കുകയാണ്, പണി നിർത്തിയാലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് ഈ പണി തീർന്നില്ലെങ്കിൽ പിന്നെ നാളെ നമ്മൾ ആരും ചെയ്യില്ല. കാരണം നമുക്ക് കുറേ ദിവസം ക്ലീൻ ചെയ്യാന്ന് വെച്ചൊരു മടുപ്പല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു ദിവസം കൊണ്ട് തീർന്നാൽ പിന്നെ പണിയോട് കഴിഞ്ഞില്ലേ. അതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു ഇന്ന് തന്നെ അങ്ങോട്ട് തീർത്തത് കഴിഞ്ഞു, നാളെ നമുക്ക് എൻജോയ് ചെയ്യാലോ എന്നൊക്കെ ഞാൻ അവളെ പറഞ്ഞൊന്ന് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇരുന്നിട്ടാ.
ഇനി നമുക്ക് റൂമിൻ്റെ ഇപ്പുറത്തെ സൈഡിലോട്ട് വരാം. ഇവിടെയാണ് ഇവരുടെ ഡ്രസ്സിങ് ഏരിയ, അതുപോലെ വീട്ടിലിടുന്ന ഡ്രസ്സുകൾ വയ്ക്കുന്ന ഷെൽഫ്, ബുക്ക് ഷെൽഫ്, ഇതൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് മൊത്തത്തിലൊക്കെ ഒന്ന് പൊടി തട്ടിയൊക്കെ എടുത്ത് അതിന് ശേഷം നമുക്ക് ഐറ്റംസൊക്കെ ഒന്ന് അവിടെ വെച്ചിരിക്കുന്നതെല്ലാം തന്നെ ഒന്ന് ഓർഗനൈസ് ചെയ്യണം. അതിന് ശേഷം നമുക്കിതൊക്കെ തിരിച്ച് വെക്കാം. അപ്പോൾ ഈ പ്രാവശ്യത്തെ ക്ലീനിങ്ങിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡീപ്പ് ക്ലീൻ ചെയ്യണോണ്ട് മൊത്തത്തിലെല്ലാം എടുത്ത് ക്ലീൻ ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ കുറച്ച് നാളത്തേക്ക് പിന്നെ പൊടിയും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല, നല്ല ക്ലീൻ ആയിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് വല്ലപ്പോഴും ചെയ്യുമ്പോൾ ഇങ്ങനെ നന്നായിട്ട് അങ്ങോട്ട് ചെയ്യുക, വൃത്തിയായിട്ട്. എന്നും നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ ഇവരെന്നൊന്നും ഇങ്ങനെ ക്ലീൻ ചെയ്യാനൊന്നും ഇവർക്ക് നേരം ക്ലാസ്സൊന്നും തുറന്ന് അങ്ങനെയൊന്നും പറ്റില്ല. പിന്നെ ഞാൻ കുറച്ചൊക്കെ ചെയ്താലാണ് വൃത്തിയാവുക. ഇനി നമുക്ക് നമ്മുടെ ഡ്രസ്സിങ് ഏരിയയിൽ വെച്ചിരിക്കുന്ന ഐറ്റംസൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ കേട്ടോ. ഈ ഒരു ഓർഗനൈസറിലാണ് അവർ ഉപയോഗിക്കുന്ന ഐറ്റംസൊക്കെ നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനിങ്ങനെ കമ്പാർട്ട്മെൻറ്റ്സ് പോലെ ഉണ്ട്. അപ്പോൾ അതിലെ ഐറ്റംസൊക്കെ നമുക്ക് തരം തിരിച്ച് വെക്കാം. അപ്പോൾ പക്ഷേ അത് ഇടയ്ക്കൊക്കെ ഒന്ന് പൊടി തുടയ്ക്കണം. മരത്തിൻ്റെയാണ് ഈ ഒരു ഓർഗനൈസർ. ഇതുപോലെ തന്നെ കാർഡ്ബോർഡിൽ നമ്മൾ പണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാണ് ഉപയോഗിക്കുന്നത്. കാരണം ഇത് ഒരുപാട് ലോങ് ലാസ്റ്റ് ചെയ്യും, പെട്ടെന്ന് കേടൊന്നും വരില്ല. അപ്പോൾ ഇതെല്ലാം ഒതുക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അവർ ഉപയോഗിക്കുന്ന ഐറ്റംസൊക്കെ. ഇനി അവർ മുടിയൊക്കെ കെട്ടുന്ന സമയത്ത് ഡെയിലി ഉപയോഗിക്കുന്ന കുഞ്ഞു കുഞ്ഞു കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പാത്രങ്ങളൊക്കെ വെക്കുമ്പോൾ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ കുറേ കഴിയുമ്പോൾ അതിൽ അതും ഇതൊക്കെ കൊണ്ടിട്ട് അതിൻ്റെ ഓർഗനൈസിങ്ങും കാര്യങ്ങളെല്ലാം പോയി മെസ്സി ആയി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മളതൊക്കെ ഒന്ന് ഒതുക്കി സെറ്റാക്കി വെക്കണം. എല്ലാത്തിനും നമ്മൾ ഓരോ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ കുറേ ദിവസം കഴിയുമ്പോൾ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിക്സായി മൊത്തത്തിൽ അങ്ങോട്ട് കൊള്ളാവും. കാരണം തിരക്കൊക്കെ വരുമ്പോൾ നമ്മൾ കിട്ടിയോടത്തൊക്കെ വെക്കും. എടുത്ത സാധനങ്ങൾ എടുത്തോടത്ത് വെക്കില്ല, അതാണ് പ്രശ്നം. അവരുടെ കുഞ്ഞു കുഞ്ഞ് സ്റ്റഡുകളുണ്ടല്ലോ, അതെല്ലാം തന്നെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാറ് കേട്ടോ. ഇതുപോലത്തെ ടെർമോക്കോളുടെ പീസും ഇങ്ങനെ പ്രസ് ചെയ്ത് വെക്കും. അപ്പോൾ ഇത് നല്ല ഈസി മെത്തേഡാണ്, പെട്ടെന്ന് എടുക്കാനും വെക്കാനൊക്കെ നമുക്ക് നല്ല എളുപ്പമാണ്. പിന്നെ ഇങ്ങനത്തെ പല കളറുള്ള സ്റ്റഡൊക്കെ നമുക്ക് മീഷോയിൽ നിന്ന് വാങ്ങാൻ കിട്ടാറുണ്ട്. വിലയും കുറവാണ്. ഒരു പാക്കറ്റിൽ കുറേ അധികം എണ്ണം ഉള്ള മോഡലൊക്കെ വരുന്നുണ്ട്. പക്ഷേ അത് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിൻ്റെ തണ്ടുണ്ടല്ലോ അത് മെറ്റലിൻ്റെ ആണോ എന്ന് നോക്കുക. ചിലത് പ്ലാസ്റ്റിക്കിന് വരുന്നുണ്ട്, അതൊട്ടും ക്വാളിറ്റി ഇല്ല, പെട്ടെന്ന് ഒടിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് മെറ്റലിൻ്റെ തന്നെ സാധാരണ നമ്മുടെ സ്റ്റഡ് പോലത്തെ തന്നെ നോക്കിയിട്ട് അതാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് എടുക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ ഒരേപോലത്തെ തന്നെ അതുകൊണ്ട് പല കളറൊക്കെ ഇങ്ങനെ വരാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നല്ല ക്ലീനാക്കി എല്ലാം തിരിച്ച് വെക്കുകയാണ്, സെറ്റാക്കിയിട്ട് വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം അത് ഭയങ്കര രസമാട്ടോ. നിങ്ങളൊന്ന് ഒതുക്കി നോക്ക്, റൂം ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പോയി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുമ്പോൾ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കാണാൻ. അങ്ങനെ അത് ഞാനങ്ങനെ ഓർഗനൈസ്ഡ് ആയിട്ട് ആളൊന്നും ആയിരുന്നില്ല, പക്ഷേ ഇങ്ങനെ ആയ ശേഷം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ പോയി ഇങ്ങനെ കാണാൻ. ഇനി നമ്മുടെ ബുക്ക് ഷെൽഫ് ഇവിടെ സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ ബുക്സ് എല്ലാം അറേഞ്ച് ചെയ്യാണ്. ഇതിൽ മൊത്തം 4 തട്ടുണ്ട്. അതിൽ 3 തട്ടുകളിലാണ് പുസ്തകങ്ങൾ വെക്കുന്നത്. ഇതിൽ നോട്ട് ബുക്സ് മാത്രമേ ഇപ്പോൾ നമ്മൾ കവർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതാണ് വെച്ചിരിക്കുന്നത്. ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടില്ല. പിന്നെ കുറച്ച് എക്സ്ട്രാ നോട്ട് ബുക്സ് മേടിച്ചത് അതെല്ലാം ഞാൻ ഈ ഒരു ഷെൽഫിൽ തന്നെ അറേഞ്ച് ചെയ്ത്, ഞാനല്ല കേട്ടോ മോൾ അറേഞ്ച് ചെയ്ത് വെക്കണേ. അപ്പോൾ നമ്മൾ ഇനി അടിച്ച് വാരി ഫുള്ളൊന്ന് വേഗം വൃത്തിയാക്കുകയാണ്. ഞങ്ങൾ 2-3 വട്ടമൊക്കെ അടിക്കേണ്ടി വന്നു കേട്ടോ. കാരണം പലപ്പോഴും നമ്മൾ പല ഐറ്റംസ് എടുക്കുമ്പോൾ അതിൽ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ താഴെ വീണിട്ട്, അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് 2-3 വട്ടമൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടിച്ച് വാരലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മുടെ ബെഡ്ഷീറ്റ് നമുക്ക് എന്തായാലും ഇനി ചേഞ്ച് ചെയ്യാം. കാരണം ഫുൾ അടിച്ച് വാരി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും ഏതാണ്ടൊക്കെ പൊടിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അതെല്ലാം മാറ്റി ബെഡൊന്ന് വൃത്തിയാക്കി എടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ബെഡ് ക്ലീൻ ചെയ്യാനായിട്ട് അതുമുള്ള പൊടിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വൃത്തിയാക്കാൻ ഇങ്ങനെയുള്ളൊരു ലിൻഡ് റോളർ എന്ന് പറഞ്ഞ ഐറ്റം മേടിക്കാൻ കിട്ടും. ഇത് ഉപയോഗിക്കുക. അതിങ്ങനെ റോൾ ചെയ്ത് കഴിയുമ്പോൾ പൊടിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബെഡ്ഷീറ്റുമെന്നും ബെഡുമെന്നൊക്കെ ഇങ്ങനെ പെട്ടെന്ന് കിട്ടും കേട്ടോ. പിന്നെ നമുക്കത് ആ ഒരു പൊടിയൊക്കെ ആയിക്കഴിഞ്ഞാൽ അത് മറ്റേ ഫസ്റ്റത്തെ ലെയർ ഒരു പേപ്പർ പോലെയാണ്, അത് ഒട്ടുന്നൊരു പേപ്പറാണ്. അത് കീറിക്കളഞ്ഞാൽ അടുത്ത ലെയർ വീണ്ടും വരും. അപ്പോൾ നമുക്ക് വീണ്ടും അതുമേ ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേ ലെയർ ഉണ്ടാവും, അതുമേ കുറേ ലെയർ പേപ്പർ ചിറ്റിയൊരു ഐറ്റമാണത്. അങ്ങനെ നമ്മുടെ ക്ലീനിങ് പരിപാടി ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ മേക്ക് ഓവർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മേക്ക് ഓവറിന് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഒരു ക്രീം കളർ കേർട്ടനാണ്. ഇത് നെറ്റിൻ്റെ മോഡലാണ്. അപ്പോൾ അത്യാവശ്യം നല്ല വെളിച്ചം അകത്തോട്ട് വരും. അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. റൂമിൽ എപ്പോഴും നല്ല വെളിച്ചം ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ ഒരു കേർട്ടൻസാണ് ഇട്ട് കൊടുക്കുന്നത്.
പിന്നെ ബെഡ്ഷീറ്റായിട്ട് ഇട്ട് കൊടുക്കുന്നത് ഒരു ക്രീം കളറും ഇങ്ങനെ നല്ല ഭംഗിയുള്ള പൂക്കളുടെ ഡിസൈനുള്ളൊരു ബെഡ്ഷീറ്റാണ് ഇട്ട് കൊടുക്കണേ. ഇത് മീഷോയിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നേ. 350 രൂപ റേഞ്ചാണ് ഈ ബെഡ്ഷീറ്റിന് വന്നത്. വിലയും കുറവാണ്, എന്നാൽ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതൊരു 3 തവണ ഇപ്പോൾ യൂസ് ചെയ്തു, വാഷ് ചെയ്തിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ പറയണേ, വാഷ് ചെയ്തപ്പോഴും അതിൻ്റെ കളറോ കാര്യമൊന്നും ഫെയ്ഡായിട്ടില്ല, മെറ്റീരിയലിന് വലിയ പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല. ഇനി കൂടുതൽ ഉപയോഗിച്ചിട്ട് പറയുകയാണെങ്കിൽ ഞാൻ വഴിയെ പറയാം. ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് പോളി കോട്ടൺ എന്ന് പറയുന്ന മെറ്റീരിയലാണ്. ഫുള്ളി കോട്ടൺ അല്ല, പോളിസ്റ്റർ മിക്സിംഗ് ഉണ്ട്, പക്ഷെ നല്ല സോഫ്റ്റാണ് കേട്ടോ ഇതിൻ്റെ മെറ്റീരിയൽ. ഇത് ക്വീൻ സൈസിലാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു സൈസിലാണ് നമ്മുടെ ബെഡ്. അപ്പോൾ അങ്ങനത്തെ നല്ല ഭംഗിയുള്ളൊരു ഷീറ്റാണ്. പില്ലോ കവർ ചെറുതാണ്, ഭയങ്കര വലുതല്ല, നോർമൽ സൈസാണ് പില്ലോ കവർ. അപ്പോൾ ഈ ഒരു ഷീറ്റ് വിരിച്ചപ്പോൾ തന്നെ റൂം ഒരു പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ. എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു, ഇതിൻ്റെ കളറായാലും എല്ലാം. പിന്നെ ഒരു ഇത്തിരി വലുതായതുകൊണ്ട് തന്നെ ഈ ഷീറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ കുഴപ്പമില്ല. ക്രീം കളറുമെയാണ് ഫ്ലവേഴ്സ് ഉള്ളത്, പ്യുവർ വൈറ്റ് അല്ല. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രത്യേക ഭംഗി, റൂമിന് നല്ലൊരു വെളിച്ചവും കാര്യങ്ങളും വന്നു. ലൈറ്റ് കളർ ബെഡ്ഷീറ്റിന് ഒരു ഭംഗി അതാണ്, റൂമിന് പെട്ടെന്നൊരു നല്ല ബ്രൈറ്റ് ലുക്ക് കൊടുക്കും. പിന്നെ ഈ പ്രാവശ്യത്തെ ഞാൻ വിചാരിച്ചത് റൂം മേക്ക് ഓവറിന് സ്പെഷ്യൽ കളേഴ്സ് ഒന്നും വേണ്ട, ഇതുപോലെ ഇങ്ങനെ സിമ്പിളായിട്ട് വെക്കാമെന്ന് വിചാരിക്കണേ. കുറേ ഐറ്റംസ് ഒക്കെ വെച്ച് വരുമ്പോഴേ ടേബിളിൽ ആയാലും റൂമിൽ ഒരു സ്പേസ് ഇല്ലാത്ത പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി കുറച്ച് ഐറ്റംസിൽ കുറച്ചും കൂടി റൂം ഭംഗിയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ബെഡ്ഷീറ്റ് മാത്രമാണ് മേക്ക് ഓവറിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് വാങ്ങിയത്. ബാക്കി എല്ലാം നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് നമ്മൾ മേക്ക് ഓവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബെഡ്ഷീറ്റ് പിന്നെ പറഞ്ഞാൽ വാങ്ങി കാരണം ഒരു ചേഞ്ച് ആയിക്കോട്ടെ വെച്ചിട്ട്. ഇനി സ്റ്റഡി ടേബിളിൽ ഞാൻ വിരിക്കുന്നത് ഒരു ക്രീം കളർ ബെഡ്ഷീറ്റാണ് കേട്ടോ. അത് ബെഡ്ഷീറ്റ് ഞാൻ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ടേബിൾ ക്ലോത്ത് പോലെ ആക്കിയതാണ്. കാരണം ഇത് ക്രീം കളറാണ്. ഇതിൻ്റെ മെറ്റീരിയൽ ഒരു പോളിസ്റ്റർ മെറ്റീരിയൽ ആയിരുന്നു. അപ്പോൾ എനിക്കിത് ബെഡ്ഷീറ്റായിട്ട് ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇവർക്ക് വേണ്ടിയിട്ട് ടേബിൾ ഷീറ്റായിട്ട് ഇതിങ്ങനെ വെട്ടി വെച്ചിരിക്കുക. അപ്പോൾ ഇത് കുറേ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പണ്ട് തൊട്ടേ ഉപയോഗിക്കുന്നതാണ്. അതിൻ്റെ പില്ലോ കവർ ഞാൻ ചെയർ കവറായിട്ട് യൂസ് ചെയ്യണത്. അപ്പോൾ ഈ ചെയറും ഇത് കറക്റ്റ് പാകമുള്ളതുകൊണ്ട് അങ്ങനെ ഇടണം കേട്ടോ. അപ്പോൾ ഇതാകുമ്പോൾ ആ ഒരു ബെഡ്ഷീറ്റിന് മാച്ചുമായി. അപ്പോൾ ഇത് ഇവരിടയ്ക്ക് ഉപയോഗിക്കുന്നതാണ്. ഈ ഒരു തുണി ഇട്ട് കഴിയുമ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റും കൂടി ഞാൻ ഇടാറുണ്ട്. അതിട്ടില്ലെങ്കിൽ ഈ തുണിയുമേക്ക് പിന്നെ കളറൊക്കെ ആയിട്ട് തുണി മുഷിയും. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഇരിക്കുന്നത് കുറേ നാളായിട്ട്. പ്ലാസ്റ്റിക് ഷീറ്റ് ഞാൻ കഴുകിയിട്ടിരിക്കുക കേട്ടോ, അതുകൊണ്ട് അപ്പോൾ ഇത് വിരിക്കാത്ത, അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ അങ്ങനെ വിരിക്കാറുണ്ട്. അങ്ങനെ നമ്മുടെ ടേബിളിൽ ഷീറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഈസി റോസുവിന് ഇനി അവർക്ക് മേക്ക് ഓവർ ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അവർ അതൊക്കെ ശരിയാക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് 2 പേർക്ക് ഇതുപോലെ ഒരു സ്റ്റേഷനറി ഓർഗനൈസർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് സ്റ്റിക്കേഴ്സ്, ഇങ്ങനത്തെ ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സിൻ്റെ ഒരു പാക്ക് നമ്മൾ കുറേ നാൾ മുമ്പേ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലുള്ള കുറച്ച് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് വെക്കാൻ കുറച്ചുകൂടി ഭംഗിയാവാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ട് അതൊക്കെ ചെയ്യാണ്. ഈ ഒരു സ്റ്റിക്കേഴ്സ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത് മീഷോ എന്നായിരുന്നു, അല്ലെങ്കിൽ മീഷോ എന്ന് ആമസോണിൽ നിന്നായിരുന്നു എൻ്റെ ഓർമ്മ. ഇങ്ങനത്തെ നമുക്ക് മീഷോയിലൊക്കെ വാങ്ങാൻ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു ബോക്സ് മേടിച്ച് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള സ്റ്റേഷനറി ഐറ്റംസും ഇങ്ങനത്തെ ഓർഗനൈസേഴ്സും ഒക്കെ ഇത് ഒട്ടിച്ച് വെച്ചാൽ നല്ലൊരു ക്യൂട്ട് ലുക്ക് കൊടുക്കാൻ, ആ പടങ്ങൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. കവായി സ്റ്റിക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് ഇത് മേടിക്കാൻ കിട്ടുന്നത്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇവരുടെ കയ്യിലുള്ള ഓർഗനൈസറിൻ്റെ മുകളിലൊക്കെ ഈ സ്റ്റിക്കർ ഫുള്ള് ഒട്ടിച്ച് വെക്കാണ്ട് ഇവർ കുറേയൊക്കെ അതിൻ്റെ ഒരു ക്യൂട്ട് ലുക്ക് കിട്ടാൻ. അപ്പോൾ ഈ കാണുന്ന ഓർഗനൈസർ ഇതൊരു നെറ്റിൻ്റെ പോലത്തെ ഒരു മെറ്റീരിയലാണ്, മെറ്റലിൻ്റെ ഒരു ഓർഗനൈസറാണ് അത്. ഈ കാണുന്നത് റോസു യൂസ് ചെയ്യുന്നത് ഒരു മരത്തിൻ്റെ ഓർഗനൈസറാണ്, സ്റ്റേഷനറി ഓർഗനൈസർ. ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കിയത്, ചേട്ടൻ ഉണ്ടാക്കി കൊടുത്തത് അവൾക്ക്. ഇത് നമ്മൾ ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. ഇതിൻ്റെ ഡിസൈനിൽ തന്നെ നമ്മൾ മരം കൊണ്ട് ഉണ്ടാക്കിയതാണ് ആ രണ്ടാമത് കാണിച്ചത്. അപ്പോൾ രണ്ടും ഏകദേശം സെയിം ഡിസൈനാണ്, മെറ്റീരിയൽ മാത്രമേ വ്യത്യാസമുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ സ്റ്റിക്കർ എവിടെ ഒട്ടിച്ചാലും ഒരു പ്രത്യേക ക്യൂട്ട് ലുക്ക് വരും കേട്ടോ. ഈ ഒരു സ്റ്റിക്കേഴ്സ് ഒരു 150 രൂപ റേഞ്ചിലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊരു ബോക്സൊക്കെ വാങ്ങി കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ കാണിച്ച സ്റ്റിക്കറിൻ്റെ ബോക്സിന് വില കൂടുതലുണ്ട്, കുറച്ചും കൂടി അതിൽ കുറേ അധികം ഉണ്ട്. പക്ഷേ 150 രൂപയുടെ മേടിച്ചാലും നമുക്ക് ഇതുപോലെ കുറേയൊക്കെ സ്റ്റിക്കേഴ്സ് കിട്ടും, നമുക്ക് ഒട്ടിച്ചു കൊടുക്കാനും പറ്റും. ഇനി ഒരു ഓർഗനൈസറിൽ നമുക്ക് ഐറ്റംസ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ കൂടുതലും വെക്കുന്നത് നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഐറ്റംസും പിന്നെ കുറച്ച് ക്യൂട്ട് ഐറ്റംസ് കൂടി നമ്മൾ ഇതിനുള്ളിൽ വെക്കുന്നുണ്ട്. അത് വെറുതെ ഭംഗിക്ക് വെക്കാൻ കേട്ടോ. കാരണം ആ ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ഒന്നും അത്രയ്ക്ക് അങ്ങോട്ട് ക്വാളിറ്റി എനിക്ക് തോന്നിയില്ല എഴുതുമ്പോൾ ഒക്കെ. അവർക്കും അത് അത്ര ഇഷ്ടമില്ല എഴുതാൻ, അതുകൊണ്ട് കേട്ടോ. കൂടുതൽ ഇഷ്ടം അവർ ഉപയോഗിക്കുന്ന പെന്നും ഐറ്റംസും ഒക്കെയാണ്. അപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്റ്റഡി ടേബിൾ മേക്ക് ഓവറൊക്കെ ഇങ്ങനെ പിൻട്രസ്റ്റിലൊക്കെ കാണുമ്പോൾ ഭയങ്കര രസം തോന്നിട്ട് അങ്ങനെയൊക്കെ നമ്മുടെ റൂമിൽ ചെയ്താലോ എന്ന്. പക്ഷേ അതിൽ വെച്ചിരിക്കുന്ന ഓരോ ഐറ്റംസിൻ്റെയും വിലകളും കാര്യമൊക്കെ നോക്കുമ്പോൾ നമുക്ക് ദൈവമേ ഈ പ്രൈസ് ഉണ്ടെങ്കിൽ ഇത് എന്തിനാണ് ഇത്രയും വില കൊടുത്തത് മേടിക്കുന്നതെന്ന് പലപ്പോഴും തോന്നും. മാത്രമല്ല
കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ ക്യൂട്ട് ഐറ്റംസ് ഒക്കെ കുറയുമ്പോൾ നമുക്ക് മടുക്കും കേട്ടോ. അത് കഴിയുമ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പെന്നും അതൊക്കെ തന്നെയാണ് കുറേ കൂടി ക്വാളിറ്റി. ക്യൂട്ടുള്ള ഐറ്റംസ് കാണാനാണ് ആ ക്യൂട്ട്നെസ് ഉള്ളൂ, ഉപയോഗിക്കുമ്പോൾ വലിയ കാര്യമില്ല. അപ്പം അതുകൊണ്ട് തന്നെ കുറേ ഐറ്റംസ് ഇങ്ങനെ ടേബിളിൽ വെച്ച് നിറയ്ക്കുമ്പോൾ നമുക്ക് പഠിക്കാനിരിക്കാനും സ്പേസ് ഇല്ലാത്ത പോലെ ഒരു ഫീലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടേബിളിൽ അധികം കുറേ സാധനങ്ങൾ വെക്കണ്ട, അത്യാവശ്യമുള്ളത് മാത്രം വെച്ചാൽ മതി. കാരണം പഠിക്കാതിരിക്കുമ്പോൾ ഒരു സുഖമില്ല, കുറേ ഐറ്റംസ് ടേബിൾ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ എന്തോ ഒരു അസ്വസ്ഥത എനിക്ക് കാണുമ്പോൾ തോന്നുന്നു കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞോളൂ, കുറേ ഐറ്റംസ് വെക്കണതാണോ കുറച്ച് വെക്കുന്നതാണോ ഇഷ്ടമെന്ന്. അപ്പോൾ റോസുവിന് ആകെ കുറച്ച് ഐറ്റംസ് വെക്കുന്നത് ഇഷ്ടമുള്ളവർക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. ഇസയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കുറേ ക്യൂട്ട് ഐറ്റംസ് ഒക്കെ ടേബിളിൽ ഇങ്ങനെ വെക്കണത്. അപ്പോൾ ഇസയുടെ ടേബിളിൻ്റെ താഴെ ഇങ്ങനെ ഒരു ഷെൽഫുണ്ട്. അപ്പോൾ അതിൽ കുറേ ഐറ്റംസൊക്കെ അവൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, ക്രാഫ്റ്റിന് വേണ്ടിയിട്ടുള്ളതും അങ്ങനെയൊക്കെ കുറേ ഐറ്റംസൊക്കെ. അപ്പോൾ അതൊക്കെ അറേഞ്ച് ചെയ്തെല്ലാം ഷെൽഫിൻ്റെ ഉള്ളിൽ വെക്കുകയാണ്. ഇസയ്ക്ക് ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അവൾ ഒരുപാട് ഐറ്റംസ് ഇങ്ങനെ ക്രാഫ്റ്റ് ചെയ്തിട്ട് സ്റ്റേഷനറി ഓർഗനൈസേഴ്സും ഇങ്ങനത്തെയൊക്കെ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ആദ്യം ഇതൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ല രസമായിരിക്കും, കുറേ ദിവസം കഴിയുമ്പോൾ അത് മടുപ്പാവും. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ ഐറ്റംസ് ആകുമ്പോൾ അത്ര നാൾ ലാസ്റ്റ് ചെയ്യില്ലല്ലോ. അപ്പോൾ അത് കഴിയുമ്പോൾ അത് എടുത്ത് അവിടെ വെക്കും കേട്ടോ. അവൾക്ക് ഒന്നും ഇങ്ങനെ കളയണത് ഇഷ്ടമല്ല, ഒക്കെ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കും. അവൾ കിട്ടുന്നത് പോലത്തെ എന്തെങ്കിലും കാർഡുകൾ അങ്ങനത്തെ ഐറ്റംസൊക്കെ, അപ്പോൾ വേസ്റ്റ് ആയിട്ട് നമ്മൾ കളയുന്ന ഐറ്റംസൊക്കെ അവൾ സൂക്ഷിച്ച് വെക്കും ഇങ്ങനെ ക്രാഫ്റ്റ് ചെയ്യാൻ. അങ്ങനെ സൂക്ഷിച്ച് അവൾ ഷെൽഫിൽ മൊത്തം സാധനങ്ങളാണ് കേട്ടോ. റോസൂന് പിന്നെ അങ്ങനെ അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ അവൾ വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ടേബിളിൽ എപ്പോഴും വെക്കുള്ളൂ. കാരണം അവൾക്ക് ക്രാഫ്റ്റ് കുറച്ചൊക്കെ ഇഷ്ടമുള്ളൂ, ഭയങ്കരമായിട്ട് അങ്ങനെ ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവൾ അങ്ങനെ ചെയ്യാത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈസയ്ക്ക് ഭയങ്കര സങ്കടമാണ് അവൾ വെച്ചിരിക്കുന്ന ക്രാഫ്റ്റ് ഐറ്റംസ് മാറ്റാനും അതുപോലെ തന്നെ ഐറ്റംസൊക്കെ കളയുമ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടം കേട്ടോ. അപ്പോൾ എന്തായാലും ടേബിളെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്ത് റോസും എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈസയുടെ ടേബിൾ ഇനി ഒന്നും കൂടി അവളൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. നേരത്തെ നമ്മൾ അറേഞ്ച് ചെയ്തിരുന്നില്ല. അപ്പോൾ ഓർഗനൈസർ അവിടെ വെച്ചു, അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ക്ലോക്ക് വെച്ചു, പിന്നെ ബാക്കിയുള്ള ഐറ്റംസൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. പിന്നെ ആ ഒരു ബ്ലോക്കുമ്പോൾ ചെറിയൊരു വാചകങ്ങൾ എഴുതി വെച്ചിരിക്കുകയാണ് കേട്ടോ, മോട്ടിവേഷണൽ കോട്ട്സ് ആണത്. പിന്നെ ഇവിടെ ഒരു കലണ്ടർ ഉണ്ടാക്കിയതാട്ടോ, ഈ മാസത്തെ ജൂൺ മാസത്തെ കലണ്ടർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഒരു സ്റ്റഡി ലാമ്പും കൂടി വെച്ചിട്ടുണ്ട്. എല്ലാ പണികളും കഴിഞ്ഞു എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഈ ഒരു സൈഡിൽ കിടക്കുന്ന ഷെൽഫും അതുപോലെ റൂമിൻ്റെ ഡോറും തുടച്ചിട്ടില്ല എന്ന് ഓർമ്മ വന്നത്. അപ്പോൾ ഞങ്ങൾ അയ്യോ ഈ ഒരു ക്ലീനിങ് പണി ബാക്കി ഉണ്ടായിരുന്നു വെച്ചിട്ട് വേഗം അതും കൂടി ചെയ്ത് തീർക്കണം. കാരണം ഡീപ്പ് ക്ലീനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ ഭാഗവും ക്ലീൻ ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് മറന്നു പോയല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം തന്നെ അവിടെയൊക്കെ തുടച്ച് അതിൻ്റെ പിന്നിൽ ഇങ്ങനെ ഹുക്സ് ഉണ്ട്. അപ്പോൾ അതുമൊക്കെ ഐറ്റംസൊക്കെ ഹാങ് ചെയ്ത് വെച്ചിരുന്നു, ബെൽറ്റുകളും ചെറിയ ബാഗുകൾ, സ്കാർഫ് അങ്ങനത്തെ ഐറ്റംസൊക്കെ. അപ്പോൾ അതെല്ലാം തന്നെ തിരിച്ച് അതിലേക്ക് ഇടാണ്. ക്ലീനിങ്ങിൻ്റെ ഒരു പ്രത്യേകത ഇല്ലേ, തുടങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നും, നമുക്ക് ചെയ്യാനേ തോന്നില്ല. പക്ഷെ ചെയ്ത് തുടങ്ങിയാലേ പിന്നെ നമ്മൾ ഓരോ ഏരിയയിലും വൃത്തികേടായിട്ടിരിക്കുന്ന ഐറ്റംസൊക്കെ പെട്ടെന്ന് കാണാൻ തുടങ്ങും, നമുക്കത് ക്ലീൻ ചെയ്യാൻ തോന്നും. അതങ്ങനെയാണത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളും മടുപ്പ് തോന്നുന്നുണ്ടെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്ക്. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിലേക്കൊരു ഇൻട്രസ്റ്റ് എന്തായാലും വരും. അപ്പോൾ ഇനി ലാസ്റ്റ് നമ്മുടെ ബെഡ് സൈഡ് ടേബിൾ ഉണ്ടായിരുന്നു, നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ, ആ ടേബിളിന്മേൽ ഒരു ലൈറ്റും പിന്നെ കുറച്ച് ഫ്ലവേഴ്സും അങ്ങനത്തെയൊക്കെ വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് അറേഞ്ച് ചെയ്ത് വെക്കാൻ അത്രയേ ഉള്ളൂ. നമ്മുടെ കയ്യിലൊരു ഇതുപോലത്തെ ഡ്രീം ക്യാച്ചർ ഉണ്ടായിരുന്നു, ലൈറ്റ് കത്തുന്നത്, അതും കൂടി കർട്ടന്മേൽ ഹാങ് ചെയ്ത് വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സിമ്പിളായിട്ടുള്ള റൂം മേക്ക് ഓവർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൂമൊന്ന് മുഴുവനായിട്ടും കാണാം. അപ്പോൾ ഈ കാണുന്ന രീതിയിലാണ് നമ്മുടെ റൂം മേക്ക് ഓവർ വന്നിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ളൊരു മേക്ക് ഓവറാണ്, പക്ഷേ റൂമിലേക്ക് നല്ലൊരു ബ്രൈറ്റ് ലുക്ക് ഉണ്ട്. റൂമിൽ കയറുമ്പോൾ തന്നെ നല്ലൊരു വെളിച്ചവും കാര്യങ്ങളൊക്കെ ഉള്ള പോലെ എനിക്ക് തോന്നി. അതുമാത്രമല്ല അവർക്ക് ഈസി ആയിട്ട് അറേഞ്ച് ചെയ്യാനും ഐറ്റംസ് തിരിച്ച് വെക്കാനും ക്ലീൻ ചെയ്യാനൊക്കെ അവർക്ക് എളുപ്പമുള്ള രീതിയിൽ നമ്മുടെ ഉള്ള സൗകര്യത്തിൽ പറ്റുന്ന പോലെ എല്ലാ ഐറ്റംസും നമ്മൾ അറേഞ്ച് ചെയ്ത് ഓർഗനൈസ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലീനിങ് പോലെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളുടെ റൂം എങ്ങനെയാണോ അതുപോലെ നിങ്ങൾ അറേഞ്ച് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.